Hi, welcome back. Today we will do problems of chord, angle and arc. Let us revise what is a chord. Chord നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. A chord is a line joining any two points on the circle. അതായത് ഒരു സർക്കിളിലുള്ള ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ലൈനാണ് കോഡ്. ഡയമീറ്റർ is the longest chord of a circle. അതായത് ഒരു സർക്കിളിലെ ഏറ്റവും നീളം കൂടിയ കോഡാണ് ഡയമീറ്റർ. ആൻഡ് ഡയമീറ്റർ passes through the center of the circle. Next, an important theorem. Theorem is this: any chord which is not a diameter splits the circle into two unequal parts. The angle got by joining any point on the larger part to the ends of the chord is half the angle got by joining the center of the circle to these ends. The angle got by joining any point on the smaller part to the ends of the chord is half the angle at the center subtracted from 180 degree. Here AB is a chord which is not a diameter. എ ബി ഇവിടെ ഡയമീറ്റർ അല്ലാത്ത ഒരു കോഡാണ് അല്ലേ. ഈ എ ബി ഈ സർക്കിളിനെ രണ്ട് അൺഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ദ ലാർജർ പാർട്ട് ടു ദ എൻഡ്സ് ഓഫ് ദ കോഡ് ഈസ് ഹാഫ് ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദിസ് എൻഡ്. ഈ ലാർജർ പാർട്ട്, ഇതാണ് ലാർജർ പാർട്ട്. എ ബി കോഡാണ്. ഈ കോഡ് എ ബി സർക്കിളിനെ രണ്ട് അൺഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇത് നമുക്ക് മേജർ സെഗ്മെന്റ് എന്ന് പറയാം. ഈ വലിയ പോർഷന് മേജർ സെഗ്മെന്റ് എന്ന് പറയാം. ഇത് ചെറിയ പോർഷൻ, ഈ ചെറിയ പോർഷൻ മൈനർ സെഗ്മെന്റ് എന്ന് പറയാം. അപ്പം ഇവിടെ പറയുന്നത് ഇതാണ്, ലാർജർ പാർട്ടിലെ ഒരു പോയിന്റ്, ഇതാണ് ലാർജർ പാർട്ട്. ലാർജർ പാർട്ടിലെ ഒരു പോയിന്റ് ആണ്. ആ പോയിന്റ്, ദാറ്റ് പോയിന്റ് മസ്റ്റ് ബി ഓൺ ദ സർക്കിൾ. ഈ ലാർജർ പാർട്ടിലെ ഒരു പോയിന്റ് ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിള് പി ഞാൻ എയും ബിയുമായിട്ട് ജോയിൻ ചെയ്യുന്നു. കോഡ് എ ബിയുടെ എൻ പോയിന്റ്സ് ആണ് എയും ബിയും. ലാർജർ പാർട്ടിലെ പോയിന്റ് പി ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ എ പി ബി. ആ ആംഗിള് ഏതിന് ഹാഫ് ആയിരിക്കും? ഈസ് ഹാഫ് ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദിസ് എൻഡ്. ഈ സർക്കിളിന്റെ സെന്റർ ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. സർക്കിളിന്റെ സെന്റർ ഞാൻ ഒ ആയിട്ട് എടുത്തിരിക്കുന്നു. നൗ ഐ ആം ജോയിനിങ് O to the end points of the chord, joining OA and OB. Here we get an angle that is central angle. അത് സി എന്ന് എടുക്കുന്നു. ഇവിടെ ഈ ആംഗിൾ എ പി ബി ഈ സെൻട്രലിൽ കിട്ടുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇത് സി ആണ്, ഇതെന്തായിരിക്കും? ഹാഫ് സി ആയിരിക്കും. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. ഈ തിയറം പറയുന്നതാണ്, ഡയമീറ്റർ അല്ലാത്ത ഏതൊരു കോഡും ഒരു സർക്കിളിനെ രണ്ട് അൺഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിൽ ലാർജർ പാർട്ടിലെ ഏതൊരു പോയിന്റും ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിള് ഈ സർക്കിളിന്റെ സെന്റർ ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞാൽ ഈ സെന്ററിലെ ആംഗിള് ഈ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ സെന്റർ ആംഗിൾ 100 ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിൾ 40 ഡിഗ്രി ആണെങ്കിൽ ഇത് അതിന്റെ ഡബിൾ ആയിരിക്കും, 80 ഡിഗ്രി ആയിരിക്കും. ഇനി ഈ തീരത്തിന് ഒരു പാർട്ട് കൂടി ഉണ്ട്. ദ ആംഗിൾ ഗോട്ട് ബൈ ജോയിനിങ് എനി പോയിന്റ് ഓൺ ദ സ്മോളർ പാർട്ട് ടു ദ എൻഡ്സ് ഓഫ് ദ കോഡ് ഈസ് ഹാഫ് ദ ആംഗിൾ അറ്റ് ദ സെന്റർ സബ്ട്രാക്റ്റഡ് ഫ്രം 180 ഡിഗ്രി. അതായത് ഇതിന്റെ സ്മോളർ പാർട്ടാണ് ഈ താഴത്തെ പോർഷൻ അല്ലേ. ഈ സ്മോളർ പാർട്ടിലെ ഏതൊരു പോയിന്റും ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിള് ഈ സെന്റർ ആംഗിളിന്റെ ഹാഫ് 180യിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ സ്മോളർ പാർട്ടിലെ ഒരു പോയിന്റ് ക്യൂ ആയിട്ട് എടുക്കുന്നു. ഈ ക്യൂ ഈ കോഡിന്റെ എൻ പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്ത് കിട്ടുന്ന ആംഗിളാണ് ആംഗിൾ എ ക്യൂ ബി. അപ്പൊ ഈ ആംഗിൾ എ ക്യൂ ബി എന്തായിരിക്കും? ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് 180യിൽ നിന്ന് കുറച്ച് കിട്ടുന്നതായിരിക്കും.
സെൻട്രൽ ആംഗിൾ സി ആണ്, അതിൻ്റെ ഹാഫ് സി. ഹാഫ് സി 180 എന്ന് കുറച്ചാൽ കിട്ടുന്ന 180 മൈനസ് ഹാഫ് സി. അപ്പോൾ ഈ ആംഗിൾ എ ക്യൂ ബി എന്തായിരിക്കും? 180 മൈനസ് ഹാഫ് സി ആയിരിക്കും. സോ വി ക്യാൻ സേ ഹിയർ ആംഗിൾ എ പി ബി ഈസ് ഹാഫ് ആംഗിൾ എ ഒ ബി ആയിരിക്കും. ഹാഫ് ആംഗിൾ എ ഒ ബി ടേക്കൺ ആസ് സി, അതായത് ഹാഫ് സി ആയിരിക്കും ആംഗിൾ എ പി ബി. സ്മോളർ പാർട്ടിലെ ആംഗിളാണ് ആംഗിൾ എ ക്യൂ ബി. ഈ ആംഗിൾ എ ക്യൂ ബി എന്തായിരിക്കും? സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് 180യിൽ നിന്ന് കുറച്ച് കിട്ടുന്നതായിരിക്കും. സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് സി, അത് 180 സബ്ട്രാക്ട് ചെയ്യുക. 180 മൈനസ് ഹാഫ് സി ആയിരിക്കും ആംഗിൾ എ ക്യൂ ബി. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹിയർ ആംഗിൾ എ ഒ ബി 70 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ പി ബിയും ആംഗിൾ എ ക്യൂ ബിയും കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കുക. ആംഗിൾ എ പി ബി എന്തായിരിക്കും? ഹിയർ കോഡ് എ ബി ഡിവൈഡ്സ് ദ സർക്കിൾ ഇൻറ്റു 2 unequal parts. Angle obtained by joining any point on the larger part to the ends of the chord is half the angle obtained by joining the center of the circle to these end points എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ? സോ ആംഗിൾ എ പി ബി ഈസ് ഹാഫ് ആംഗിൾ എ ഒ ബി ആയിരിക്കും. ഹാഫ് ഇൻറ്റു ആംഗിൾ എ ഒ ബി 70 ഡിഗ്രി. സോ വി ഗെറ്റ് ആംഗിൾ എ പി ബി ആസ് 35 ഡിഗ്രി കിട്ടും ആംഗിൾ എ പി ബി. ഇവിടെ ആംഗിൾ എ ക്യൂ ബി എന്താണ്? ക്യൂ ഈസ് എ പോയിന്റ് ഓൺ ദ സ്മോളർ പാർട്ട്. So angle obtained by joining any point on the smaller part to the ends of the chord is 180 minus half the angle obtained at the center. 180 minus 70 ആയിരിക്കും. അത് ഓൾറെഡി 35 കിട്ടിയിട്ടുണ്ട്. 180 മൈനസ് 35, അതായത് 145 ഡിഗ്രി ആയിരിക്കും ഏത്? ആംഗിൾ എ ക്യൂ ബി. അതായത് ഈ രണ്ട് ആംഗിളിൻ്റെയും സമ്മ് 180 ഡിഗ്രി കിട്ടും. 35 plus 145, 180 degree. Next we will see what is an alternate arc. Any 2 points on a circle, divide it into 2 arcs. Each of these 2 arcs can be called the alternate arc or complementary arc of the other. ഇവിടെ ഈ സർക്കിളിലെ 2 പോയിന്റ് ആണ് എയും ബിയും. ഈ എയും ബിയും ഈ സർക്കിളിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഒന്ന് ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന പാർട്ട്, രണ്ടാമത് ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ പാർട്ട്. ഇവിടെ ഈ ബ്ലൂ കളറിലുള്ള ആർക്ക് ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാന്ന് പറയാം. നേരെ തിരിച്ചും പറയാം. ഈ ബ്ലാക്ക് കളറിൽ വരച്ചിരിക്കുന്ന ആർക്ക് ഈ ബ്ലൂ കളറിൽ വരച്ചിരിക്കുന്ന ആർക്കിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്ക് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി ആർക്ക് എന്ന് പറയും. ഈ ചെറിയ ആർക്കിനെ നമ്മൾ മൈനർ ആർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വലിയ ആർക്കിനെ മേജർ ആർക്ക് എന്ന് പറയും. മൈനർ ആർക്കിൻ്റെ ആർക്ക് ലെങ്ത് സർക്കിളിൻ്റെ സെമി സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സെമി സർക്കിളിൻ്റെ ആർക്ക് ലെങ്തിനേക്കാളും കുറവായിരിക്കും മൈനർ ആർക്കിന്. അതുപോലെ തന്നെ മേജർ ആർക്കിൻ്റെ ലെങ്ത് ആ സെമി സർക്കിളിൻ്റെ ആർക്ക് ലെങ്തിനേക്കാളും കൂടുതലായിരിക്കും. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത തിയറം തന്നെ ഞാനിവിടെ ആർക്കിൻ്റെ ടേംസിൽ എഴുതിയിട്ടുണ്ട്. ദ ആംഗിൾ മേഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മേഡ് അറ്റ് ദ സെൻറ്റർ. അതായത് ഒരാർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിള് സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ മൈനർ ആർക്ക് എ ബി ഈ സർക്കിളിൻ്റെ സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ ഒ ബി. അത് സി ഡിഗ്രിന്ന് എടുത്തിട്ടുണ്ട്. ഇതേ മൈനർ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായ മേജർ ആർക്ക് എ ബിയിൽ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ എ പി ബി. ഈ തിയറം പറയുന്ന ഇതാണ്: ഒരു ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ആംഗിള് സെൻട്രൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ സെൻട്രൽ ആംഗിൾ സി ഡിഗ്രി ആണെങ്കിൽ ഇതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ എന്തായിരിക്കും? ഹാഫ് സി ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് an important theorem: all angles made by an arc on the alternate arc are equal and a pair of angles on an arc and its alternate arc are supplementary. രണ്ട് പാർട്ടാണ്.
അല്ലെ ഫസ്റ്റ് പാർട്ട് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾ ആംഗിൾസ് മേഡ് ബൈ ആൻ ആർക്ക് ഓൺ ദ ഓൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. അതായത് ഒരു ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. See this diagram, first diagram. Here minor arc AB forms 3 angles on its alternate arc. Minor arc AB യുടെ alternate arc ആണ് ഈ major arc AB. ഈ major arc AB യിലെ 3 പോയിന്റ്സ് ആണ് P യും Q യും R ഉം. ഈ മൈനർ ആർക്ക് AB അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ഈ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നാണ് ഈ തിയറം പറയുന്നത്. അതായത് ആംഗിൾ APB ഇസ് ഈക്വൽ ടു ആംഗിൾ AQB ഇസ് ഈക്വൽ ടു ആംഗിൾ ARB. ഈ 3 ആംഗിൾസ് മാത്രമല്ല, ഈ മൈനർ ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഫോം ചെയ്യുന്ന ഏതൊരു ആംഗിൾസും ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ പാർട്ട് ഇതാണ്. A pair of angles on an arc and its alternate arc are supplementary. അതായത് ഒരു ആർക്കിലെ ആംഗിളിൻ്റെയും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിൻ്റെയും സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ മൈനർ ആർക്ക് ABയുടെ ഓൾട്ടർനേറ്റ് ആർക്കാണ് മേജർ ആർക്ക് AB. ഈ മൈനർ ആർക്ക് ABയിലെ ഒരു പോയിന്റാണ് Q. അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായ മേജർ ആർക്ക് ABയിലെ ഒരു പോയിന്റാണ് P. അപ്പോൾ ഈ 2 ആംഗിൾസ് സപ്ലിമെൻ്ററി ആയിരിക്കും. അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ APB പ്ലസ് ആംഗിൾ AQB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആൻ ആർക്ക് ആൻഡ് ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ആർ സപ്ലിമെൻ്ററി. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡു പ്രോബ്ലംസ് ഓഫ് പേജ് നമ്പർ 53. ഫസ്റ്റ് പ്രോബ്ലത്തിലെ ആദ്യത്തെ ഡയഗ്രാം ആണ്. In all the pictures given below, O is the center of the circle and A, B, C are points on it. Calculate all angles of triangle ABC and triangle OBC. ആദ്യം നമുക്ക് triangle ABCയിലെ ആംഗിൾസ് കണ്ടുപിടിക്കാം. For that purpose you have to join OA. OA join ചെയ്യാം. In triangle OAB, we know that OA and OB are equal. ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ആ സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ ഓപ്പോസിറ്റ് OA ഈസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് OB. OAയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? ആംഗിൾ OBA. അതുപോലെ തന്നെ OBയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ OAB. അതായത് ട്രയാങ്കിൾ OABയിൽ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ OBA വി ഹാവ് 20 ഡിഗ്രി. ആംഗിൾ OBA 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അത് ഏതിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ OABക്ക് ഈക്വൽ ആയിരിക്കും. സൈഡ് ചേഞ്ച് ചെയ്താൽ സോ ആംഗിൾ OAB ഈസ് 20 ഡിഗ്രി. അതായത് ഈ ആംഗിൾ നമുക്ക് 20 ഡിഗ്രി കിട്ടും. ആംഗിൾ OAB വി ഗോട്ട് ആസ് 20 ഡിഗ്രി. അതുപോലെ തന്നെ ട്രയാംഗിൾ OAC കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ OA ആൻഡ് OC ആർ ഈക്വൽ. വൈ OA ആൻഡ് OC ആർ ഈക്വൽ? ബിക്കോസ് ദേ ആർ ഓൾസോ റേഡിയൈ ഓഫ് ദ സെയിം സർക്കിൾ. ഒരേ സർക്കിളിന് തന്നെ റേഡിയസ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ട്രയാംഗിൾ OACയിൽ OAയും OCയും ഈക്വൽ ആണ്. അതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പോൾ OAക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ് OA. അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ OCA. OCയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ് OC. അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ OAC ആയിരിക്കും. OCA given as 30 degree is equal to angle OAC or angle OAC is equal to 30 degree. അതായത് ഈ ആംഗിൾ നമുക്ക് 30 ഡിഗ്രി കിട്ടും. ഹിയർ ആംഗിൾ BAC നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ആംഗിൾ BAC? ഇവിടെ ആംഗിൾ BAC എന്ന് പറഞ്ഞാൽ ആംഗിൾ A.
ആംഗിൾ എ ഈ രണ്ട് ആംഗിളിന്റെ സം ആയിരിക്കും അല്ലേ, അതായത് ഒ എ ബിയുടെയും ഒ എ സിയുടെയും സം ആയിരിക്കും. ഒ എ ബി പ്ലസ് ഒ എ സി. ഒ എ ബി നമുക്ക് 20 ഡിഗ്രി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഒ എ സി 30 ഡിഗ്രി കിട്ടി. 20 പ്ലസ് 30 എത്രയായിരിക്കും? 50 ഡിഗ്രി കിട്ടും. ആംഗിൾ ബി എ സി 50 ഡിഗ്രി കിട്ടും. ആംഗിൾ ബി എ സി നമുക്ക് 50 ഡിഗ്രി കിട്ടി. ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദ ആംഗിൾ മെയ്ഡ് അറ്റ് ദ സെന്റർ. അതായത് ഒരു ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഏതൊരു പോയിന്റിലും ഫോം ചെയ്യുന്ന ആംഗിൾ അത് അതിൻ്റെ സെൻട്രലിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റിൽ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും. ആംഗിൾ ബി എ സി 50 ഡിഗ്രിയാണ്. അതുകൊണ്ട് ആംഗിൾ ബി ഒ സി എന്തായിരിക്കും? ആംഗിൾ ബി ഒ സി ഈസ് ഡബിൾ ഓഫ് ആംഗിൾ ബി എ സി ആയിരിക്കും. ഡബിൾ ആംഗിൾ ബി എ സി 50 ഡിഗ്രി. സോ വി ഗെറ്റ് ആംഗിൾ ബി ഒ സി 100 ഡിഗ്രി കിട്ടും. ഈ ആംഗിൾ നമുക്ക് 100 ഡിഗ്രി കിട്ടും. റീസൺ ഇതാണ്, ആംഗിൾ അറ്റ് സെന്റർ. ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. ആംഗിൾ അറ്റ് സെന്റർ ഈസ് ഡബിൾ ആംഗിൾ അറ്റ് ഓൾട്ടർനേറ്റ് ആർക്ക്. Angle at center is double angle at alternate arc. Now you consider triangle BOC. Triangle BOC consider ചെയ്തുകഴിഞ്ഞാൽ OB OC equal ആയിരിക്കും അല്ല, radii of the same circle. Radii of same circle. ട്രയാങ്കിൾ ബി ഒ സിയിൽ ഒ ബി ഒ സി ഈക്വൽ ആയതുകൊണ്ട് അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഒ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ഒ സി ബി, ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ഒ ബി സി. അതായത് ഈ രണ്ട് ആംഗിൾസ് നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ട്രയാങ്കിൾ ഒ ബി സിയില് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഈ മൂന്ന് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അതായത് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി ഒ സി 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ ബി സി പ്ലസ് ആംഗിൾ ബി ഒ സി വി ഗോട്ട് as 100 ഡിഗ്രി. ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ ബി സി is equal to 180 minus 100 ആയിരിക്കും. 80 ഡിഗ്രി കിട്ടും. ഇനി ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും ഈക്വൽ ആണെന്ന് കിട്ടി. അതിന്റെ സം 80 ഡിഗ്രി ആണ്. സം ഓഫ് ടു ഈക്വൽ ആംഗിൾ ഈസ് 80 ഡിഗ്രി. therefore each ആംഗിൾ, രണ്ട് ഈക്വൽ ആംഗിളിന്റെ സം 80 ഡിഗ്രി. അതുകൊണ്ട് ഓരോ ആംഗിളും 80/2 40 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ആംഗിൾ നമുക്ക് 40 ഡിഗ്രി നീട്ടി, ഈ ആംഗിളും 40 ഡിഗ്രി നീട്ടി. ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾസ് നമുക്ക് എഴുതാം. ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ 20 പ്ലസ് 30. ഈ രണ്ട് ആംഗിളിന്റെ സമം 50 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി 20 പ്ലസ് 40 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ സി ഈ രണ്ട് ആംഗിളിന്റെ സം 40 പ്ലസ് 30 70 ഡിഗ്രി. So we got all the angles of triangle ABC. ആംഗിൾ ഒ ബി സിയുടെ ആംഗിൾസ് എല്ലാം നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ബി ഒ സി 100 ഡിഗ്രി നമുക്ക് കിട്ടി. ആംഗിൾ ഒ ബി സി ആൻഡ് ആംഗിൾ ഒ സി ബി ബോത്ത് വി ഗോട്ട് as 40 ഡിഗ്രി. So we got all the angles of triangle ABC and triangle OBC. Third diagram ആണ്. First question third diagram. To find all the angles of triangle ABC and triangle OBC. ഇവിടെ മൈനർ ആർ കെ സി രണ്ട് ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് സെൻട്രൽ ആംഗിൾ ആംഗിൾ എ ഒ സി. രണ്ടാമത് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ഒരു പോയിന്റായ ബിയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ ആംഗിൾ എ ബി സി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്
angle made by an arc at its alternate arc is half the angle made at the center. So here angle ABC is half angle AOC എന്ന് പറയാം. Angle at alternate arc is half angle at center. അപ്പോൾ ഈ ആംഗിൾ എ ബി സി നമുക്ക് ഹാഫ് ഇൻറ്റു AOC 40 ഡിഗ്രി നീട്ടി, അപ്പോൾ 20 ഡിഗ്രി കിട്ടും. അതായത് ആംഗിൾ എ ബി സി നമുക്ക് 20 ഡിഗ്രി കിട്ടും. ഈ ആംഗിൾ 20 ഡിഗ്രി കിട്ടും. ഇതുപോലെ തന്നെ മൈനർ ആർക്ക് ബി സി, അതിൻ്റെ സെൻട്രിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ പോയിന്റായ എയിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. അതായത് ആംഗിൾ ബി എ സി ഈസ് ഹാഫ് ആംഗിൾ ബി ഒ സി ആയിരിക്കും. സെയിം റീസൺ, ഹാഫ് ഇൻറ്റു ബി ഒ സി 70 ഡിഗ്രി, 35 degree we get. So we get angle BAC as 35 degree. ഈ ആംഗിൾ നമുക്ക് 35 ഡിഗ്രി കിട്ടും. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ ആംഗിൾ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി സം ഓഫ് ദ ത്രീ ആംഗിൾ ഈസ് 180 ഡിഗ്രി. ഏതൊക്കെയാണ് ആംഗിൾസ്? ആംഗിൾ ബി എ സി പ്ലസ് ആംഗിൾ എ ബി സി പ്ലസ് angle ACB. Sum of these three angle 180 degree. Angle BAC 35 degree, angle ABC 20 degree, angle ACB we can find 55 plus angle ACB is equal to 180. Therefore angle ACB is 180 minus 55. 125 degree we get as angle ACB. Angle ACB we got as 125 degree. ഇനി നമുക്ക് ട്രയാങ്കിൾ ഒ ബി സിയിലെ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ ആംഗിൾ ബി ഒ സി ഗിവൺ ആസ് 70 ഡിഗ്രി. ആംഗിൾ ബി ഒ സി 70 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒ ബി ഒ സി ഈക്വൽ ആയിരിക്കും അല്ലേ? ഒ ബി ആൻഡ് ഒ സി ആർ ഈക്വൽ. വാട്ട് ഇസ് ദ റീസൺ? They are radii of the same circle. Radii of same circle. ട്രയാങ്കിൾ ഒ ബി സിയിലെ ഒ ബിയും ഒ സി ഈക്വൽ ആണ്. അതുകൊണ്ട് ഒ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ഒ സി ബി ഏതിന് ഈക്വൽ ആയിരിക്കും? ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ. ഒ സിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ ഒ ബി സി. ഈ മൂന്ന് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ബി ഒ സി പ്ലസ് ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബി ഒ സി 70 ഡിഗ്രി, ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ടേക്കിംഗ് 70 ഡിഗ്രി ടു റൈറ്റ് സൈഡ്, angle OCB plus angle OBC is equal to 180 minus 70, 110 degree. And these two angles, angle OCB and angle OBC are equal. Sum of two equal angle is 110 degree. So each angle, angle OCB and angle OBC is equal to 110 by 2, 55 degree ആയിരിക്കും. അതായത് ഈ രണ്ട് ആംഗിൾസ് 55 ഡിഗ്രി ആയിരിക്കും. So now we got all the angles of triangle ABC and triangle OBC. Hope that you understood these problems. Learn the theorems, study the important points and try to do the problems yourself. Okay, thank you. Meet in next class.